വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മദ്യപിച്ചെത്തുന്നവരെ കണ്ടെത്തുന്നതിന് റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന. ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ റെയിൽവേ പോലീസാണ് പരിശോധന നടത്തുന്നത്. സംസ്ഥാനത്തെ 38 സ്റ്റേഷനുകളിലാണ് പരിശോധന നടത്തുക. സിജോ വിജോൺ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. സിജോ, ശ്രീകുട്ടിയുടെ സംഭവവുമായി ബന്ധപ്പെട്ടാണ് റെയിൽവേ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ആദ്യഘട്ടത്തിൽ എങ്ങനെ പരിശോധന നടത്താനാണ് തീരുമാനം? ഏതൊക്കെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടും? ആകെ 38 റെയിൽവേ സ്റ്റേഷനുകളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. പ്രാഥമികഘട്ടം നിലയിൽ 2 ആഴ്ചത്തേക്ക് ഇത് തുടരാൻ വേണ്ടിയാണ് തീരുമാനം. പിന്നീട് ഇതിന്റെ റിസൾട്ട് അനുസരിച്ച് തുടരണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. എന്തായാലും ജീന പറഞ്ഞതുപോലെ തന്നെ ഈ വർക്കലയിൽ ഉണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ട്രെയിനുകളിൽ മദ്യപിച്ച് എത്തുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന ശക്തമാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ഇന്നലെ നമ്മൾ റെയിൽവേയുടെ SP സഹൻ ഷാ IPS സംസാരിക്കുമ്പോൾ അദ്ദേഹവുമായി ഇക്കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിൽ പരിശോധന ശക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും, ഉടൻ തന്നെ പരിശോധനകൾ ആരംഭിക്കും എന്നാണ് അറിയിക്കുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ മുതൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു കൃത്യമായ കണക്ക് നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എത്ര ആളുകളെ ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്, മദ്യപിച്ച് പിടികൂടിയിട്ടുണ്ട്, അവർക്കെതിരെ എന്തൊരു നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള സംബന്ധിച്ച് അത് എന്തായാലും വൈകാതെ തന്നെ അറിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും സ്ത്രീകളുടെയും അതോടൊപ്പം തന്നെ കുട്ടികളുടെയൊക്കെ സുരക്ഷയ്ക്ക് എന്ന ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരിശോധനയിലേക്ക് അതിവേഗം തന്നെ റെയിൽവേ പോലീസ് കടന്നിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം പോലെ മദ്യപിച്ചെത്തുന്ന ആളുകൾ പ്രകോപനമുണ്ടാക്കി ആക്രമണത്തിലേക്ക് തിരിയാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് ലക്ഷ്യമിടുന്നത്. ശരി സിജോ. ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിലാണ് 38 റെയിൽവേ സ്റ്റേഷനുകളിൽ മദ്യപിച്ച് എത്തുന്നവരെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുക. 2 ആഴ്ചയായിരിക്കും ആദ്യഘട്ടം ഉണ്ടാവുക പരിശോധന. സിജോ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.